ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ വന്നോ? രാധമേ, ആ മക്കള് വന്നോ? എന്റെ ചേട്ടന് അംബികയുടെ പി ആയത് കാരണം ഇവക്ക് എന്നോട് അത്ര പിടുത്തം കാണില്ല. പ്രിയ ചേച്ചി, അച്ഛാ, ഒരു സന്തോഷമുണ്ട്. അത് പറയാനും ചില കാര്യങ്ങള് അച്ഛനിൽ നിന്നും അറിയാനാ ഞങ്ങൾ വന്നത്. എന്താടാ? ഋതുവിന്റെ അപ്പൂപ്പൻ മഹാദേവവർമ്മ സാറിന് ഒരു ചേട്ടനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. രാജശേഖരവർമ്മ അദ്ദേഹം. ഞാൻ 1-2 തവണ ഒരു മിന്നായം പോലെ കണ്ടിട്ടുള്ളൂ. വലിയ പണ്ഡിതനായിരുന്നു. അച്ഛാ, ഈ രാജശേഖരവർമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു ഡോക്ടർ ദേവദത്തൻ. അദ്ദേഹം ഒരു ഡോക്ടറൊന്നുമല്ല, ഒത്തിരി ഡിഗ്രികളുണ്ട്. പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും പല PhD അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡോക്ടറേറ്റുകളും എടുത്തിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം യക്ഷികളെയും പിശാചുക്കളെയും തളയ്ക്കാൻ കേരളത്തിലെ കാവുകൾ തോറും അലയുന്നുണ്ടായിരുന്നു. വട്ടാണെന്നും പറഞ്ഞ് നാട്ടുകാരെ ആക്ഷേപിക്കായിരുന്നു. പക്ഷെ ആള് വലിയ ജീനിയസാ. പണ്ട് അമേരിക്കയിലും കണ്ടു പോയതാ. ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടോന്നും ഒരു പിടിയില്ല. അങ്കിൾ, എന്നാള് ജീവിച്ചിരിപ്പുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല, ഡോക്ടർ ദേവദത്തനെ ഇപ്പൊ വർമ്മ സാറിന്റെ അടുത്തുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയണേ? സത്യം അങ്കിള് രാജു പറഞ്ഞത്. ദൈവം കൊണ്ടുവന്ന് എത്തിച്ചതുപോലെ അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു അമ്മാവൻ കൂടിയായി. ഇത് നേരാണോ നിങ്ങൾ ഈ പറയണത്? നേരെ അങ്കിളെ. അച്ഛാ, ഈ പകല് പോലെ സത്യമാണച്ചാ. എന്റെ ദൈവമേ, നിനക്ക് 100,000 നന്ദി. എടേ, ഈ വന്നിരിക്കുന്നത് ചില്ലറക്കാരനൊന്നുമല്ല. സകല ചികിത്സ അദ്ദേഹത്തിന് അറിയാം. പ്രാണിക് ഹീലിംഗ്, മറ്റെന്തോ തെറാപ്പി, മർമ്മ ചികിത്സ. ഓ, സന്തോഷായി. അദ്ദേഹം വെള്ളത്തിനടിയില് മാസങ്ങളോളം ശ്വാസമടക്കിയിരിക്കുമായിരുന്നു. ആളുകള് അതിശയോക്തി പറയണതാണോന്നറിയില്ല. ഒരിക്കലൊരു മീൻപിടുത്തക്കാരൻ വല വീശി കഴിഞ്ഞപ്പോ വലയെ കുടുങ്ങി ഇങ്ങേര് കരയിൽ വന്നു കേട്ടിട്ടുണ്ട്. അന്ന് മുതല് വെള്ളത്തിൽ സാമിന്ന് അങ്ങേരുടെ വിളിപ്പേര്. ഹോ, ഇതെല്ലാം ദൈവത്തിന്റെ കളി തന്നെ. വർമ്മ സാറിനെ രക്ഷിക്കാൻ ദൈവം വിട്ടതാ ദേവദത്തൻ ഡോക്ടറെ. എന്റെ ദൈവമേ, ആ വർമ്മ സാർ എണീറ്റ് വന്ന എന്റെ ചേട്ടന്റെ പി എ പണി പോവല്ലോ. അകലേ